ഇനി ഒരു റിപ്പോർട്ടിലേക്കാണ്. കോഴിക്കോട് ബേപ്പൂരിൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണ അപകടാവസ്ഥയിൽ. കോഴിക്കോട് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണ് കൃത്യമായ അറ്റകുറ്റപ്പണി നടത്താതെ ജനങ്ങൾക്ക് ഭീഷണിയാവുന്നത്. കഴിഞ്ഞ ദിവസവും കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളി തകർന്നു വീണതായി ബസ് ജീവനക്കാർ പറഞ്ഞു. നിരവധി തവണ പ്രശ്നം കോർപ്പറേഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും പരിഹാരമായില്ലെന്ന ആരോപണവും രൂക്ഷമാണ്. കോഴിക്കോട് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള 40 വർഷം പഴക്കമുള്ള ബേപ്പൂരിലെ ബസ് സ്റ്റാൻഡ് കെട്ടിടമാണിത്. ഒരു തവണ പോലും അറ്റകുറ്റപ്പണി നടത്താത്തതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും കെട്ടിടം തകർന്നു വീഴുമെന്ന അവസ്ഥയിലാണ്. നിത്യവും 50ഓളം ബസ്സുകളും 100 കണക്കിന് യാത്രക്കാരും തൊഴിലാളികളും എത്തുന്ന ബസ് സ്റ്റാൻഡാണ് അപകടാവസ്ഥയിൽ തുടരുന്നത്. വലിയങ്ങാടിയിലുണ്ടായ അപകടത്തിന് സമാനമായ അവസ്ഥയിലാണ് ബേപ്പൂരിലെ ബസ് സ്റ്റാൻഡ് കെട്ടിടവും. കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് തൂണുകളിലും സീലിംഗിലെ കോൺക്രീറ്റ് പാളികളിലും വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. കൂടാതെ സീലിംഗിൽ നിന്ന് അടർന്നു വീണ കോൺക്രീറ്റ് പാളികളിലെ ഇരുമ്പ് കമ്പികൾ തുരുമ്പെടുത്ത് നശിച്ചിട്ടുണ്ട്. ഏതു നിമിഷവും നിലം പൊത്തുമെന്ന അവസ്ഥയിലാണ് കെട്ടിടം. ഉടനടി അറ്റകുറ്റപ്പണി നടത്തി അപകട ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. 4-5 വർഷമായി ഇത് വീഴൽ തുടങ്ങിയിട്ട്. ഇപ്പം വീഴൽ തുടങ്ങിയെന്ന് പറഞ്ഞാൽ പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആൾ തലയിൽ വീണ് അത് അന്ന് ആരും അത്ര സീരിയസ് ആയി എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള പരിഹാരങ്ങൾ ഉടനെ കാണണം. കാരണം എന്താ പറയുക, 10-60 ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന ഇനിയിപ്പോൾ ഇതന്നെ ഇപ്പം വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ഈ 4-5 വർഷം കൊണ്ട് ആൾക്കും ഇതുവരെ ആർക്കും ഒരു കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പം ഓരോരോ അവസ്ഥകൾ കാണുന്നുണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഒരു പേടി. കഴിഞ്ഞ ദിവസവും കെട്ടിടത്തിന്റെ സീലിംഗിലെ കോൺക്രീറ്റ് പാളികൾ തകർന്നു വീണതായി ബസ് ജീവനക്കാർ പറയുന്നു. ഈ പ്രശ്നം പരിഹരിക്കാനായി നിരവധി തവണ കോർപ്പറേഷനിൽ പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായില്ല എന്നാണ് തൊഴിലാളികളുടെ ആരോപണം. കോർപ്പറേഷൻ ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തിയില്ലെങ്കിൽ വലിയ അപകടമുണ്ടാവുന്ന മുന്നറിയിപ്പാണ് തൊഴിലാളികൾ നൽകുന്നത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.